ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരച്ചന്ദ്രമരീചികേ. ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ ഏറെ പ്രിയങ്കരനായ മുഖ്യ കാര്യദർശി ശ്രീ അനിൽജി അവർകൾ, ഏറെ ആദരണീയനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ, ആചാര്യ സുലേഖ ഷാജി മാം, അഡ്മിൻ പാനൽ അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ ആത്മസഹോദരങ്ങളെ, ബാലവേദിയിലെ കൊച്ചുമക്കളെ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ആത്മാപദേശ ശതക മഹായജ്ഞം ഭക്തിപൂർവ്വം നടന്നു വരികയാണ്. ഈ യജ്ഞത്തിൻ്റെ 9ാം ദിവസമായ ഇന്ന് ആത്മാപദേശ ശതകത്തിലെ 9ാം ശ്ലോകം ഇവിടെ വിശകലനം നടത്തുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആയതിന് ഈ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഭഗവത് തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് എൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ആത്മോപദേശ ശതകത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. ഋഷീശ്വരനും പരമാചാര്യനും പരബ്രഹ്മ സ്വരൂപനുമായ ശ്രീനാരായണ ഗുരുദേവൻ കാരുണ്യപൂർവ്വം അരുളി ചെയ്ത വേദവും വേദാന്ത നവനീതവും ആണ് ആത്മോപദേശ ശതകം. ഇത് ഓതുവാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശമായിരിക്കുന്ന സർവേശ്വരനെ ഭക്തിപൂർവ്വം വണങ്ങാം. ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഗുരുദേവൻ ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. ആത്മോപദേശ ശതകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശം എന്നാണ്. മൃഗേന്ദ്ര മുഖം എന്ന വൃത്തത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ കൃതി രചിച്ചിരിക്കുന്നത്. 9ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ഇരുപുറവും വരുമാറവസ്ഥയെപ്പൂത്ത് ഒരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാനരകം നിനച്ചിടേണം. നമുക്ക് ഈ പദ്യം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണെന്ന് തോന്നിപ്പോകും. പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളി ചുറ്റി ഇരുപുറവും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്ത് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് നരകാനുഭൂതി ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും. അദ്വൈത ബോധ സത്യം നേടിയെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു അന്വേഷണത്തിൽ മനസ്സ് വിജയം കൈവരിച്ചാൽ ജനന മരണ പ്രവാഹത്തിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് സത്തുക്കളായുള്ളവരുമായി സമ്പർക്കം പുലർത്തുക, അല്ലെങ്കിൽ അവർ രചിച്ച കൃതികൾ പഠിക്കുക എന്നതാണ്. സംസർഗത്തിലൂടെ ഈശ്വരാനുഭൂതിയും അതിലൂടെ വസ്തുബോധവും കൈവന്നാൽ അടുത്ത പടി അദ്വൈതത്തിലേക്കുള്ളത് ഇന്ദ്രിയ ജയമാണ്. നാം എടുക്കുന്ന ഏത് ദൃഢനിശ്ചയത്തെയും
ഇച്ഛാശക്തിയെയും ഏത് നിമിഷവും ദുർബലപ്പെടുത്താൻ കഴിവുള്ളവയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. സത്യാന്വേഷണ മാർഗത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടവും ഇതുതന്നെയാണ്. സർവവ്യാപിയായ ആത്മസത്ത തന്നെയാണ് നമ്മിൽ ഉള്ളതെന്നും അത് ആനന്ദമാണെന്നുമുള്ള ഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മിലെ ആത്മസത്ത തന്നെയാണ് പുറമേയുള്ള പ്രപഞ്ചവും. ഇങ്ങനെ നമ്മെ സ്വയം പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കാതെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റണം. ഇങ്ങനെ വിഷയവൈരാഗ്യം, ഇന്ദ്രിയജയം ഇവ കൈവരിച്ചു കഴിഞ്ഞാൽ സത്യാനുഭൂതിയുടെ തുടക്കമായ ചിത്തപ്രസാദം നമ്മിൽ ഉദയം ചെയ്യും. ചിത്തപ്രസാദം പ്രസരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ സത്യാന്വേഷിയുടെ ഉള്ളിലെ പ്രാണശക്തി സുഷുമ്നാ നാഡിയിലൂടെ പ്രവാഹം ആരംഭിക്കുകയുള്ളൂ. ഒരു സത്യാന്വേഷകൻ ചിത്തപ്രസാദം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാണശക്തി നമ്മിൽ പ്രവഹിക്കുന്നതെന്നാണ് തൃപ്പാദങ്ങൾ ആത്മോപദേശ ശതകത്തിൻ്റെ 9-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മായയാണ് നാം തരണം ചെയ്യേണ്ടത്. അതിനാൽ ശിവഭഗവാൻ കല്ലാൽ തണലിരുന്ന് തപം ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ശിവഭഗവാൻ കല്ലാൽ തണലിലിരുന്ന് തപം ചെയ്ത മൂർത്തിയെപ്പോലെ നാമും മായാമരത്തണലിലിരുന്ന് തപം ചെയ്യേണ്ടിയിരിക്കുന്നു. അഹന്ത, ഇതന്ത, ജീവൻ, ശരീരം, ആത്മാവ്, അനാത്മാവ്, പ്രമാതാവ്, പ്രമേയം എന്നിങ്ങനെയുള്ള ശാഖകൾ കൊണ്ട് മായാമരം ശാഖോപശാഖകളായാണ് ഉള്ളത്. പ്രസ്തുത ശ്ലോകത്തിൽ മായാമരം അല്ലെങ്കിൽ തരു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സുഷുമ്നാ നാഡിയെയാണ്. ഈ മായാമരം എന്നത് മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ നീണ്ടു കിടക്കുന്ന ഒന്നാണ്. ഒരു വൃക്ഷത്തിലെ ശാഖോപശാഖകൾ പോലെ സുഷുമ്നാ നാഡിക്കും അനേകം ശാഖോപശാഖകളായി ചെറുനാഡികൾ ഉണ്ട്. ഇത് ശരീരത്തിൻ്റെ ഇരുഭാഗത്തേക്കും വ്യാപിക്കുന്നുമുണ്ട്. ഒരു സത്യാന്വേഷി ചിത്തപ്രസാദമെന്ന ആത്മാനുഭൂതി നേടിക്കഴിഞ്ഞാൽ അയാളിൽ പ്രാണശക്തി പ്രവഹിക്കാൻ തുടങ്ങും. ഈ പ്രാണശക്തിയെ കുണ്ടലിനി പ്രാണൻ എന്ന് പറയുന്നു. ഈ പ്രവാഹത്തിൻ്റെ തുടക്കമെന്നത് സുഷുമ്നാ നാഡിയുടെ ഏറ്റവും താഴെ ഭാഗത്തായുള്ള മൂലാധാരത്തിൽ നിന്നുമാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന പ്രവാഹം മുകളിലേക്ക് പ്രവഹിക്കുമ്പോൾ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ഷഡാധാരങ്ങളിൽ വിശ്രമിച്ച് മുകളിലേക്ക് പ്രസരിക്കുന്നു. ഷഡാധാരങ്ങൾ ഓരോന്നിലും കൂടി കുണ്ടലിനി ശക്തി പ്രവഹിക്കുമ്പോൾ നമ്മിൽ വിവിധതരം ആത്മാനുഭവങ്ങളും അവ സൃഷ്ടിക്കാറുണ്ട്. ഇങ്ങനെ ശരീരത്തിനിരുപുറവും വ്യാപിച്ചു നിൽക്കുന്ന നാഡീശാഖകളോടു കൂടിയ സുഷുമ്നാ നാഡി എന്ന മായാമരത്തിലൂടെ പ്രാണപ്രസരണം ഷഡാധാരങ്ങൾ താണ്ടി പടർന്നു പന്തലിച്ച് ശരീരത്തിനു ഇരുപുറവും പ്രകാശമേന്തിയ പൂവുകൾ പോലെ പടർന്നു വീഴും. അങ്ങനെ നമ്മുടെ ദേഹാന്തർഭാവകം പൂവുകൾ പൂത്ത പോലെ പ്രകാശം കൊണ്ട് നിറയും. ഇങ്ങനെയുള്ള പ്രകാശം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ്റെ ബ്രഹ്മനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. രാഗദ്വേഷങ്ങളടക്കി ഇന്ദ്രിയങ്ങളെ അടക്കി ഏകാഗ്രതപ്പെട്ട ഉറച്ച മനസ്സുള്ള ഒരുവന് പാപത്തെ ഒരിക്കലും ഭയം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള സത്യാന്വേഷിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതിനും അവസരം വരികയില്ല. പ്രകാരമാണ് ഈ ശ്ലോകത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റിയത്. എൻ്റെ ഈ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ ആത്മസഹോദരങ്ങൾക്കും
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.